ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ പ്രകൃതിയുടെ മടിത്തട്ട് എന്നൊക്കെ പറയുന്നൊരു സ്ഥലമില്ലേ, ആ ഒരു സ്ഥലത്തേക്കാട്ടോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഏത് സ്ഥലമാണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മളിന്ന് പോകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എലവീഴാപ്പൂഞ്ചിറ എന്ന സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. ഇലവീഴാപ്പൂഞ്ചിറ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളോർക്കും ഇവിടെ വീഴാനായിട്ട് ഒരില പോലും ഇല്ലല്ലോ എന്നല്ലേ. അതുതന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും. ഈ സ്ഥലത്ത് ഇല വീണാൽ നിൽക്കുകയില എന്നാട്ടോ പറയുന്നത്. ഇല എന്ന് വെച്ചാൽ എന്താ പറയുക, ഇല വീഴാനുള്ള മരങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഇല വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇല അവിടെ വീണ് കിടക്കുകയില്ലെന്നാണ് പറയുന്നത്. കാര്യം പറഞ്ഞാൽ അതുപോലെ കാറ്റാണ്. നമ്മൾ ഈ ചൂടത്ത് ജസ്റ്റ് നമ്മളൊന്ന് വൈബാകാൻ വേണ്ടി ഒന്ന് പോയതാട്ടോ. ഭയങ്കര ചൂടല്ലായിരുന്നോ? കോട്ടയത്തൊക്കെ നല്ല അടിപൊളി ചൂടാട്ടോ. ഇത് നമ്മുടെ ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും എന്താ പറയുക അതിർത്തിയായിട്ട് വരും കേട്ടോ, നമ്മുടെ ഈ ഇലവീഴാപ്പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലമേ. ഈ സ്ഥലത്ത് മൊത്തം തെരുവപ്പുല്ലാണ്. തെരുവപ്പുല്ലെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ തെരുവ മാറ്റുന്ന പുല്ലില്ലേ, തെരുവ് മാറ്റി പുൽത്തൈലമൊക്കെ എടുക്കുന്ന കൂട്ട് തെരുവപ്പുല്ലും, അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക ചിറ്റിന്ത് നമ്മൾ ചൂലൊക്കെ ഉണ്ടാക്കുന്ന ചിറ്റിന്തും അത് നമ്മൾ കാണിച്ചു തന്നേക്കാം. അപ്പോൾ ആ സ്ഥലം കേട്ടോ. അപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവധി ദിവസമൊന്നുമല്ല പോയത്, ഒരു വെള്ളിയാഴ്ച കേട്ടോ പോയത്. എന്നാലും ആ ഒരു ദിവസം എന്ന് പറഞ്ഞാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഏറെ പേര് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അവിടെ കടകളൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. കാര്യം പറഞ്ഞാൽ അവധി ദിവസമല്ലോ, ശനി ഞായറൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇവിടെ കടയൊക്കെ തുറക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് നമ്മൾ ഈ വാഗമണിലേക്കൊക്കെ പോയ ഒരു ഫീലാട്ടോ നമുക്ക് തോന്നിയത്. അതുവരെ ഞങ്ങൾ കയറിപ്പോയപ്പോഴൊക്കെ ഭയങ്കര ചൂടായിരുന്നു. കോട്ടയത്തു നിന്ന് കുറച്ച് ഏറെ കയറിപ്പോവുക ചെയ്യുന്നത്, കയറ്റം കയറുക ചെയ്യുന്നത്. ഒരു കുന്നേലേക്കാണല്ലോ കയറുന്നത്. അപ്പം നമ്മൾ ആ കോട്ടയത്ത് നല്ല ചൂടത്ത് നിന്നും ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു തണുപ്പാട്ടോ ഫീൽ ചെയ്ത്. കാറ്റെന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റാണ്. നമുക്ക് തണുത്ത കാറ്റ്, നമുക്കൊക്കെ ഇപ്പോഴൊരു സമയത്ത് ഈ ഒരു ചൂട് കാലത്ത് നമുക്കൊന്ന് വൈബാകാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ, ഒന്ന് ചില്ലാകാൻ പറ്റിയ സ്ഥലമാണ് ഇലവീഴാപ്പൂഞ്ചിറ കേട്ടോ. ഇലവീഴാപ്പൂഞ്ചിറയുടെ താഴെ ഒരു ഇലവീഴാപ്പൂഞ്ചിറയുടെ തടാകമുണ്ട്. അത് ഞാൻ കാണിച്ചു തന്നേക്കാം കേട്ടോ. കുറേ പേരൊക്കെ തിരിച്ചിറങ്ങി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ ആറായപ്പോഴാണ് കേട്ടോ അവിടെ ചെല്ലുന്നത്. സൂര്യൻ നല്ല ചുമന്ന കളറിൽ നിൽക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ലൊരു എൻ്റെ ഫോണിലെടുത്തോണ്ട് എനിക്കത് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. നല്ല അടിപൊളി ചുമന്ന കളറിലാട്ടോ സൂര്യനിരിക്കുന്നത്. കുറച്ചേറെ കയറി പോകാനുണ്ട് കേട്ടോ. നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അത് ട്രിപ്പ് വണ്ടി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ വണ്ടിക്കൊന്നും കയറിയില്ല കേട്ടോ. കാരണം നമ്മളെല്ലാം നടന്ന് കണ്ടങ്ങ് കയറി പോവാട്ടോ ചെയ്യുന്നത്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ്, അതുപോലെ തന്നെ നല്ല വ്യൂ ആണ്. നമുക്ക് ഓൾറെഡി എല്ലാ സ്ഥലവും അവിടെ നിന്ന് തന്നെ കാണാം കേട്ടോ. നമ്മുടെ കാഞ്ഞാറ് തൊട്ട് താഴെയാണ്. കാഞ്ഞാറിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാട്ടോ. കാഞ്ഞാർ എന്തോ പല ദ്വീപ് കിടക്കുന്ന പോലെയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. ഏകദേശം ഒരു 3-4 പാലം നമുക്ക് കാണാൻ പറ്റും മുകളിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ കാഞ്ഞാറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന കൂട്ട് പാലം. പിന്നെ നമ്മൾ എന്താ പറയുക ആ ഒരു സെറ്റപ്പ്. പിന്നെ താഴെ ഒരു പുല്ല് മേഞ്ഞൊരു വീടുണ്ടായിരുന്നു കേട്ടോ. അത് അവരാരെങ്കിലും താമസിക്കുന്നതായിരിക്കും, ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും താമസിക്കുന്ന സ്ഥലമായിരിക്കും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പുല്ല് മേഞ്ഞ വീടൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടോ. പണ്ടത്തെ സമയത്തൊക്കെ പുല്ല് മേഞ്ഞ വീടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ അപ്പടി തെരുവപ്പുല്ലൊക്കെ കണ്ടോ. അതാണ് കാഞ്ഞാറ്. ആ ഒരു കാഞ്ഞാറ് സ്ഥലം കാണിച്ചു കേട്ടോ. ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കയറി പോകുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക കല്ലും കൂട്ടം കേട്ടോ ഉള്ളത് പറയാലോ. കല്ലും കൂട്ടമായതുകൊണ്ട് നമ്മൾ നേരെ നോക്കി നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തെന്നിപ്പറക്കി താഴെ കിടക്കും. അപ്പം നല്ല അടിപൊളിയാണ് കണ്ടോ. മൊത്തം ചിറ്റിൻ്റാട്ടോ, അടിപൊളി. എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ ഇത്രയും ഭയങ്കര ചൂടായിട്ടും ഇവിടെയുള്ള പുല്ലുകളൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് മഴ കിട്ടിയതുകൊണ്ടാണ് ആ കാണുന്നത് കേട്ടോ ഇലവീഴാപ്പൂഞ്ചിറയുടെ തടാകം താഴെ കാണുന്നത് കണ്ടോ. അതാണ്. അപ്പോൾ നമുക്ക് മുകളിൽ കയറിയുന്ന സകലതും കാണട്ടെ. അടിപൊളി വഴിയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ മേലുകാവുന്ന് മുകളിലോട്ട് കയറി പോരുന്ന വഴി അടിപൊളിയാണ്, സൂപ്പർ വഴിയാണ് കേട്ടോ. അത് ആ വഴിയും വന്നു ഞങ്ങൾക്ക് വേറെ വഴി കൂടെ കയറി പോകട്ടോ. മൂന്നലവീന്ന് എന്താ പറയുക മേച്ചാൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലം കൂടി, എരുമപ്ര ആ ഒരു സ്ഥലം കൂടി നമുക്ക് അതിലേ കയറി പോകാം. ഇതിപ്പം തൊടുപുഴയെന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ മേലുകാവുന്ന് മുകളിലോട്ട് കയറുന്ന കേട്ടോ എളുപ്പം. ഇച്ചിരോട്ട് ഏറെ മുകളിലേക്ക് കയറാനുണ്ടായിരുന്നു. ഞങ്ങൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ സമയമൊക്കെ ഒരുപാട് താമസിക്കുകയല്ലേ, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് എന്താ പറയുക കുറച്ച് ദൂരമേ കയറിപ്പോയുള്ളൂ. കുറച്ചിങ്ങോട്ട് ദൂരം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കയറി പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അത്ര ഏറെ ഒന്നും കയറിപ്പോയില്ല. എന്താ പറയുക ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അന്ന് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് പോയതാണ്. അതുകൊണ്ട് ഇതാട്ടോ നമ്മുടെ സ്വന്തം ചിറ്റിന്തെന്ന് പറയുന്നത്. ഇത് തെരുവപ്പുല്ലാണ്. പിന്നെ അപ്പുറം കണ്ടതാട്ടോ ചിറ്റിന്ത്. എല്ലാവർക്കും അത്യാവശ്യം ഈ മലകളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും.
കാരണം ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ചിറ്റിന്നൊക്കെ ഉണ്ട്, മലകളിലാട്ടോ ഉള്ളൂ, അല്ലാതെ നമ്മളെന്താ പറയുക സാധാ സ്ഥലങ്ങളിലൊന്നുമില്ല. തെരുവപ്പുല്ല് അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം കണ്ട് പെറുക്കി പോവാട്ടോ. നമ്മൾ ഉണ്ടോ, ഇതാണ് ചിറ്റിണ്ട് നിൽക്കുന്നത് കണ്ടോ, ഇതാണ് കാഞ്ഞാറ് വ്യൂ കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും, അതൊരു പ്രത്യേക സൗന്ദര്യമാണ് കേട്ടോ. എൻ്റെ ഫോണിനകത്ത് അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല, കാരണം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞാൽ ഈ മഞ്ഞൊക്കെ കയറി ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാനൊന്നും പറ്റിയില്ല, എന്നാലും കാണാൻ പറ്റും. അടിപൊളിയാണ്, അതാണ് പറയാൻ പറ്റുന്നത്. ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാര്യം പറഞ്ഞാൽ കാറ്റെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അവിടെ നിന്ന് കഴിയുമ്പോൾ ഇതെല്ലാം ആസ്വദിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം കേട്ടോ. നല്ല കാറ്റാണ്, നമുക്കൊരു എന്താ പറയുക, ഒരു മനസ്സിനൊക്കെ ഒരു തരം ആശ്വാസം കിട്ടുന്ന കൂട്ട് ഒരു തരം ഒരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. എനിക്ക് അങ്ങനെയാണ് വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിയുമ്പോൾ കേട്ടോ. വാഗമൺ എനിക്ക് എത്ര പോയാലും മടുക്കില്ലാത്ത സ്ഥലമാണ് കേട്ടോ. അപ്പം ചേട്ടായിയും കുഞ്ചിയും മമ്മിയും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞങ്ങൾ അതിനേക്കാളും വലിയ രസം, ചേട്ടായി 5 ബോണ്ടേ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മല കയറാൻ പോകുന്നത് കേട്ടോ. കാരണം നമ്മൾ ക്ഷീണിക്കുകയും ചെയ്യരുത്, വിശപ്പ് മാറണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം കേട്ടോ. നല്ല അടിപൊളി മുരിഞ്ഞ ബോണ്ടയൊക്കെ മേടിച്ചിട്ടാണ്. അപ്പോൾ ചേട്ടായി പറയുന്നത് നമുക്ക് പറ്റിയ ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കല്ലേ പോയിരുന്ന് ബോണ്ട തിന്നാം എന്നുള്ള ഉദ്ദേശത്തിലാട്ടോ ഞങ്ങൾ കയറി പോകുന്നത്. അപ്പോൾ കുഞ്ചി എൻ്റെ കയ്യിലാണ്. അങ്ങനെ കുറേ പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത് ഞങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ കാണുള്ളൂ, കാരണം വെള്ളിയാഴ്ചയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരുപാട് ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലേ. ഭയങ്കര ചൂട്, ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമുക്കല്ലേ, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിലും നമുക്ക് എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുകയും അവിടെ കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനമല്ലേ. എന്തൊരു സമാധാനമാണെന്നറിയാം, എനിക്കങ്ങനെയാണ്. എനിക്ക് ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. എവിടെയെങ്കിലൊക്കെ പോയി, അതുപോലെ തന്നെ വാഗമണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. അപ്പം ഞങ്ങൾക്ക് പറ്റിയൊരു പാറ കിട്ടി കേട്ടോ. അപ്പം നമ്മൾ ആ പാറയിലിരിക്കുന്ന കാണുന്ന വ്യൂ ആട്ടോ ഇത് മൊത്തം. നമ്മളാ കയറി വന്ന വഴിയാണിത്, അടിപൊളി വഴിയാണ്. ആ വഴി കാണുന്നത് കണ്ടോ, അത് മേലുകാവെന്ന് കയറി വന്ന വഴിയാട്ടോ. പിന്നെ അത്യാവശ്യം ടവറൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തോ ഫയർ സ്റ്റേഷനോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളോ, എന്തൊക്കെയോ എന്താ പറയുക സോളാറിൻ്റെയോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്ക് കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുടിയൊക്കെ കണ്ടോ. ഞങ്ങൾക്കപ്പം ഇരിക്കാനൊരു സീറ്റ് കിട്ടി. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ കൂടി ഇരുന്ന് ബോണ്ട തിന്നു കേട്ടോ. എല്ലാവർക്കും ചിരി വരുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് വിശപ്പും മാറണം, അപ്പം നമുക്കെല്ലാവരും ബോണ്ട കഴിക്കുവാണ്. കുഞ്ചിയും പൊന്നാച്ചിയും മമ്മിയും ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ചേട്ടായി. ഞങ്ങളെല്ലാവരും ഇതാട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പള്ളി പെരുന്നാളിന് പോയപ്പോൾ മേടിച്ച കമ്മലും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മളെല്ലാം ബോണ്ടയൊക്കെ കഴിക്കുക, കാരണം ഞങ്ങൾ അത്രയും കയറി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഞങ്ങൾക്ക് വിശന്ന് കേട്ടോ. വിശപ്പിൽ നമുക്കൊരാശ്വാസം ബോണ്ട. അങ്ങനെ നമ്മൾ ബോണ്ടയെല്ലാം കഴിച്ചു. പിന്നെ അടിപൊളി കാറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് തലമുടിയൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തലമുടിയൊക്കെ ഞാൻ അഴിച്ചിട്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബമായിട്ട് പോയിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം നമുക്ക് ഒരു പരം സുഖമല്ലേ. ഭയങ്കര രസമാണ് കേട്ടോ. കാറ്റും നല്ല കാറ്റുണ്ടായിരുന്നു, അടിപൊളി കാറ്റായിരുന്നു കേട്ടോ. ആ ഒരു കാറ്റാണ് നമ്മളെ ആ സ്ഥലത്തേക്ക് നമ്മളെ ആകർഷിക്കുന്നത്. ഇലവീഴ പൂഞ്ചിറയിൽ ഒരു തുള്ളി ഇലയില്ല കേട്ടോ. ഇല എന്ന് പറഞ്ഞൊരു സംഭവമില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ നട്ടുച്ചയ്ക്കാട്ടോ ഗൈസ് ഇതിൽ വന്ന് കയറിയത്. നട്ടുച്ചയ്ക്ക് കയറിയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. കാര്യം പറഞ്ഞാൽ അവിടെ കാണാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ചേട്ടയുടെ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാണ് കേട്ടോ. ഈ നട്ടുച്ചയ്ക്ക് കയറി കരിഞ്ഞ വെയിലത്ത് കയറിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്. പക്ഷെ ഞങ്ങൾ അന്ന് പോയപ്പം ഏറെ ടോപ്പിൽ വരെ കയറി പോയായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ ഉള്ളൂ ടോപ്പിൽ കയറാനായിട്ട്. 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കയറി ചെന്നിട്ട് പിന്നെ തിരിച്ച് ഇറങ്ങി വരാനായിട്ട് സമയം പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടൊക്കെ ഇറങ്ങി വരാൻ പാടായതുകൊണ്ട് ചേട്ടാ തന്നെ പറഞ്ഞു കുറച്ച് പോയാൽ മതി, എന്നിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്ന് കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ തലമുടിയൊക്കെ ഉണങ്ങാനിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ കാറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒന്ന് ചില്ലാവാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇലവീഴ പൂഞ്ചിറയിലേക്ക് വാട്ടോ. എളുപ്പമാണ്. തൊടുപുഴയിൽ നിന്ന് കുറച്ച് പോന്നാൽ മതി കേട്ടോ. 1 മണിക്കൂറത്തെ യാത്ര തൊടുപുഴയിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറ. മുക്കാൽ മണിക്കൂർ കൂട്ടിക്കോ. മുക്കാൽ മണിക്കൂർ വരെ വേണ്ട കേട്ടോ. മുട്ടത്തുനിന്ന് നേരെ മേലുകാവ് എത്തണ്ട. മേലുകാവ് എത്തുന്നതിന് മുന്നെയാണ് നമ്മൾ മുകളിലേക്ക് എന്താ പറയുക റൈറ്റ് സൈഡല്ല ലെഫ്റ്റ് സൈഡിലേക്കാട്ടോ പോകുന്നത്. മുകളിലേക്ക് കയറി പോവുക ചെയ്യുന്നത്. അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇലവീഴ പൂഞ്ചിറ.
അടിപൊളിയാണ്. അപ്പം ഇലവുഴ പൂഞ്ചിറയുടെ താഴെ തടാകം ഞാൻ കാണിച്ചു തന്നില്ലേ, 2 തടാകം, ഒരു തടാകവും ഉണ്ട്, പിന്നെ അതെന്തോ കുടിവെള്ള പ്രോജക്റ്റാണ് കേട്ടോ, എന്തോ ഒരു കുടിവെള്ളമോ വെള്ളത്തിൻ്റെ എന്തോ ഒരു സംഭവമുള്ള പ്രോജക്റ്റാണത്. പിന്നെ ഒരു കനാൽ പോലെ ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം കണ്ട് നല്ല അടിപൊളിയായിട്ട് വൈബായിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് എല്ലാവർക്കും പോകാം കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തും കാറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് ചില്ലായിട്ട് നല്ല കൂളായിട്ട് മൈൻഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. നല്ല ഫ്രഷ് കാറ്റാണ്, നല്ല ഫ്രഷ് അടിപൊളി വൈബാണ് കേട്ടോ. അതിനേക്കാളുപരി എന്താ പറയുക, നമ്മളൊരു വൈബാണ്. ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വാഗമണ്ണ് പോയിട്ടുള്ളവർക്കാണ് അറിയാം, വാഗമണ്ണ് പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖമില്ല, നമ്മൾ മൊട്ടക്കുന്നേ കയറി കഴിയുമ്പം കിട്ടുന്ന ആ ഒരു തണുത്ത കാറ്റും അതുപോലെ തന്നെ തണുത്ത ഒരു അന്തരീക്ഷം കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ ഉമ്മ.